ദൈവമേ, ഇതൊരു മരണ വീടായിരുന്നല്ലോ. ഹലോ എടി, നീ എവിടെയാ? ഞാൻ ഹോസ്റ്റലിലാടാ. നീ എവിടെയാ? ഞാനതൊക്കെ പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു മരണം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നേക്കുവാ. അല്ല, അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞതല്ലേ? എടി, ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പക്ഷെ ചടങ്ങ് കഴിഞ്ഞ മരണ വീട്ടിൽ അന്നൊരു വെള്ളാടി ഇല്ലേ വൈകുന്നേരത്തെ, അതിന് പങ്കുചേരാൻ വേണ്ടി വന്നിരിക്കുക. അതെ, പിന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇവിടുന്ന് പോയ പോലെ നിങ്ങൾ തിരിച്ചു വന്നേക്കണേ. അത് നമ്മള് കല്യാണം കഴിഞ്ഞില്ലല്ലോ. എന്താടാ ഇതൊക്കെ റൊമാൻസ് അല്ലേ? പിന്നെ എനിക്കൊന്നുമില്ലേ? ഞാനങ്ങോട്ട് വരട്ടാ? വന്നിട്ട് ഹോസ്റ്റലിന്റെ മതില് ചാടിയിട്ട് മെല്ലെ നടന്നു വന്നിട്ട് സെക്യൂരിറ്റിക്ക് ഉറക്കഗുളിക കൊടുത്തിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് എന്റെ ഡോറിട്ട് അവിടെ വന്ന് മെല്ലെ മുട്ടി. അല്ലേലും എനിക്ക് മതില് ചാടാനുള്ള യോഗം മാത്രമേ ഉള്ളേ. ഞാൻ പിന്നെ വിളിക്കാം. എന്നതാ കുഞ്ഞച്ചി? വല്യമ്മച്ചി അടക്കിയില്ലേ? നമുക്ക് എടുത്ത് സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ല, വല്യമ്മച്ചി അടക്കിയില്ലേ എന്ന് പറഞ്ഞ പോയില്ലേ? എന്നതാ കുഞ്ഞച്ചി? പിന്നെ മേളിന്ന് വിളിച്ചാ പോകാതിരിക്കാൻ പറ്റുമോ? അതല്ലടാ, എന്നാ വല്യമ്മച്ചിയുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നേ, അത് ഊരാൻ ഞാൻ മറന്നുപോയില്ലേ? ഞാനവർക്ക് സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടോ? എടാ, ആ മോതിരം നിസാര മോതിരല്ല, പുഷ്യരാഗമാ. മോതിരത്തിൽ പുഷ്യരാഗം വെച്ചേ? എടാ, അത് വില പിടിച്ചതാന്ന്. ആണോ? ആ, അത് ഇട്ട് കഴിഞ്ഞാലേ ഭാഗ്യം കേറി വരും. തള്ള തേങ്ങ വീണിയത്ത് പോട്ടെ, ഇത് സാരില്ല. എന്നാ വില വരും? 2-2.5 ലക്ഷം രൂപ വരുന്ന. കല്ലറ പൊളിച്ചാലോ? ആദ്യം ഈ ചടങ്ങൊക്കെ ഒന്ന് കഴിയട്ടാ. അല്ല ദിവസം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഈ അമ്മാമ്മ മരിച്ചു കിടന്നപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ ഒരു വെള്ള ഉടുപ്പ് മേടിച്ചോണ്ട് വരണം അമ്മാമ്മക്ക് ഇടാൻ വേണ്ടി? അപ്പൊ നീ എന്തുവാ മേടിച്ചോണ്ട് വന്നേ? പട്ടുപാവാടയും ബ്ലൗസും. നിനക്ക് എന്നാടാ പ്രാന്തോ? പട്ടുപാവാടയ്ക്കും ബ്ലൗസിന് ഓഫർ ഉണ്ടായിരുന്നു. ലാഭായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത്. പോട്ടെ. എന്നിട്ട് നീ എന്നോട് എന്താടാ പറയാഞ്ഞേ? അത് അവിടെ നിന്നും പോയി. പിന്നെ ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ പോയോ? ഓ, കട്ടപ്പനയിലുള്ളവരൊക്കെ കട്ടൻ ചായയും കുടിച്ചോണ്ട് അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മാമ്മയുടെ മരണത്തിനെ ഉച്ചക്ക് ഞാനാ ചോറ് കൊടുത്ത അവർക്ക്. നമ്മുടെ കൊച്ചുദേശ ചേച്ചിയുടെ വീടിന്റെ അവിടെ 7000 രൂപയായി. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാലേ വല്യമ്മച്ചി ഒലക്കി എടുത്തിട്ട് തല അടിച്ച് പൊട്ടിക്കുമായിരുന്നു. ഇപ്പൊ മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ രാത്രി വന്ന് കഴുത്തിന് കുത്തിപ്പിടിക്കോ ചോര കുടിക്കോ ആർക്കറിയാം. കേട്ടോ, അതാ കറക്റ്റ്. എന്നാലും ഉണ്ടല്ലോ, എന്നാ ഒരു മരണമായിരുന്നു അല്ലേ? എന്നാ ഒരു മരണമായിരുന്നു. മരിച്ചു കിടക്കുമെന്ന് പറയത്തേ ഇല്ല. മരിച്ചു കിടക്കണ എന്നാ ഒരു ചിരിയായിരുന്നു. കുഞ്ഞച്ചി കണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്നാ ചിരിയാന്ന് നോക്കിയേ? അതാ ഞാൻ ചോദിച്ച, എന്നാ ചിരിയായിരുന്നു? ഞാൻ കണ്ടില്ല. നല്ല ചിരിയായിരുന്നു. ഉറങ്ങിക്കിടക്കുവെന്നേ പറയത്തുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ കുഞ്ഞേച്ചി, എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ മരണം നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. എന്നാ ഒരാളായിരുന്നു. പള്ളിമിറ്റ് നിറച്ചു ആൾക്കാരായിരുന്നു. സൂചി കുത്താ സ്ഥലമില്ലായിരുന്നു. വല്യമ്മച്ചി വലിച്ചോ? ആരെങ്കിലും എന്നെങ്കിലും പറയുമ്പോ ആ കണ്ടന്റിന്റെ ഇതും പിടിച്ചോണ്ടിരിക്കുക. വേറെ പുതിയത് പറയാനുള്ളൂ. ഫിലിപ്പോസ് വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആശുപത്രി കാണിക്കേണ്ടി. എന്തിന്? വെരിക്കോസ് വരുന്നുണ്ട്. വെരിക്കോസിന്റെ കാര്യമാണ് പറഞ്ഞത്. മെമ്പർ ഫിലിപ്പോസ് വരുന്നുണ്ട്, ആശ്വസിപ്പിക്കാനായിരിക്കും. ഇന്നലെയും കൂടെ വല്യമ്മച്ചിക്ക് കഞ്ഞി കൊടുത്ത് വല്യമ്മച്ചി എന്നെ നോക്കി ചിരിച്ചതായിരുന്നു. ഞാൻ അന്നേരം വല്യമ്മച്ചിയെ ചിരിച്ചു കാണിക്കാനും മറന്നു. ഇനി അതിന്റെ വിഷമത്തിലായി. ഇങ്ങോട്ടല്ല. രവിയുടെ വീട്ടിട്ട് അവരാ ഇലക്ഷന്റെ കാര്യം പറയാൻ വേണ്ടി. ഇങ്ങോട്ടാ. ഇനി അതിന്റെ വിഷമത്തിലെങ്ങാനും ഈഗോ അടിച്ച് വല്യമ്മച്ചി പോയതാണോ എന്നറിയാമോ എനിക്ക്? ഇങ്ങോട്ടല്ല. എടാ പുല്ല, ഒന്നല്ലെങ്കിൽ മെമ്പർ വന്നു എന്ന് പറ, ഇല്ലെങ്കിൽ വന്നില്ലെന്ന് പറ. ഇതിപ്പോ ഞാനിങ്ങനെ പറയുമ്പോ നാട്ടുകാരെന്തോ വിചാരിക്കും? ടൈമിംഗ് ഇല്ലെന്ന് വിചാരിക്കും. മെമ്പറിനാ ടൈമിംഗ് ഇല്ലാത്തത്. എന്നാലും ഈ ഫിലിപ്പോസിന്റെ കിട്ടി. എന്നാ കൊതുകല്ലേ? കൊതു കൊച്ചുനാളിലെ കണ്ടതാ. കൊതുകിനെയോ? നിങ്ങളുടെ നാട് വിട്ടു പോയ മൂത്ത ആങ്ങളേനെ കൊച്ചേട്ടായിനെ. പക്ഷെ ഞാനുണ്ടല്ലോ വല്യമ്മച്ചിയുടെ മരിപ്പിനെങ്കിലും കൊച്ചേട്ടായി വരുമെന്ന് ഓർത്ത് വന്നില്ല. വല്യമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചേട്ടായി മരിക്കും. ഇനി വല്യമ്മച്ചി എന്ന് പറഞ്ഞ ആരെങ്കിലും കൊന്നോ? പറയാൻ പറ്റില്ല. ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാ ഞാൻ ഈ പറയണേ. നാക്ക് എന്തോ നാക്കാ ചെറുക്കന്റെ.
കണ്ടോ കുഞ്ഞാച്ചി, ഒരു കൊതുകൊന്ന് കടിച്ചിട്ടെ സൂചി മാത്രം വെച്ചിട്ട് പറന്നു പോയേക്കണ്. എന്നാ സൂചി ഊരി ആ കസാരക്ക് അവിടെ പോയി. എന്നതിന്? എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ എടുക്കാം. ഇതിന് എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് തോന്നണുണ്ടോ? ഏതെന്ന്? ഈ ചീങ്ങ തമാശ പറയണത്. എടാ, ഇതൊരു മരണ വീടാ. ഇവിടെ കൗണ്ടർ ഇല്ലെന്നും പറഞ്ഞ നാട്ടുകാർ എന്തോ വിചാരിക്കും. ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ. എന്തിനീ ചത്ത സാധനം കൊണ്ട് അടിക്കണത്? വല്യമ്മച്ചിക്ക് വലിയ ഇഷ്ടമായിരുന്നു കപ്പളയ്യ. ഇനിയിപ്പോ അത് തോരനുണ്ടാക്കി തിന്നാനും പറ്റും. ആലുവയോ? ആലുവയോ? ആങ്ങളാ ചേട്ടായാ പോയാൾ വീടി കളിച്ച് നിന്റെ ചുട്ടു പൊള്ളിയോ? കുഞ്ഞാച്ചീനെ കൊച്ചുനാളിൽ എടുത്തോണ്ട് നടന്നിട്ടുണ്ടെന്ന്. അല്ല, എന്നെ കുഞ്ഞിനാളില് അമ്മിക്കുഴവില്ലേ, അതെടുത്ത് എന്റെ ഇവിടെ ഇടിച്ചിട്ടുണ്ട് അവള്. ആ ബന്ധമാണ് ഞങ്ങൾ തമ്മില്. അതി പിന്നെ എന്തു ആവട്ടെ, വെല്ലുമിച്ച് മരിച്ചത് കാര്യായി. കൊച്ചേട്ടനെ കാണാൻ പറ്റിയില്ല. എന്നാ നീ അങ്ങ് മരിക്കടാ. അപ്പൊ നിന്റെ ബന്ധുക്കൾ വരെ ഞങ്ങൾ കാണാമല്ലോ. നീ വല്യമ്മച്ചി എന്നെ കാണിച്ചില്ല. വല്യമ്മച്ചി എന്നെ നീ കാണിച്ചില്ല. എന്താ എന്നെ കാണിക്കാതെ? എന്നെ എന്താ നീ കാണിക്കാൻ? വല്യമ്മച്ചി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുവല്ല. ചോദിക്കുമ്പോ കാണിച്ചു തരാൻ ഞാൻ അടക്കി വെക്കുവാ. എന്നോട് നീ അടക്കം പറഞ്ഞില്ല. എന്നോട് അടക്കം പറഞ്ഞില്ല. നീ കട്ടപ്പനയിലുള്ള വല്യമ്മാവനോട് പറഞ്ഞായിരുന്നു അടക്കം? പറഞ്ഞില്ല. എന്താ? അയാൾക്ക് 10-95 വയസ്സായില്ലേ. അടക്കം പറഞ്ഞാ വല്ലതും കേക്കുവോ? അടക്കം പറഞ്ഞില്ല. എനിക്ക് എന്റെ വല്യമ്മച്ചിയെ കാണണം. എനിക്ക് എന്റെ വല്യമ്മച്ചിയെ കാണണം. എനിക്ക് വല്യമ്മച്ചിയെ കാണണം. ചേട്ടാ, ഇതൊരു മരിച്ച വീടാ. അപ്പൊ വീടാണോ മരിച്ചത്? വല്യമ്മച്ചി മരിച്ചില്ലേ? ബോംബെന്ന് വന്ന് ചീഞ്ഞ കോഞ്ഞടിക്കുന്നേ. കൊച്ചേട്ടൻ അറിയാമോ, ഈ വല്യമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് ഞാനേ ഉണ്ടായുള്ളൂ. ഞാൻ വല്യമ്മച്ചി വെള്ളം കിടക്കുമ്പോ ഞാൻ ഒരു തുള്ളി വെള്ളം കൂടുതൽ അറിയാം. ഞാൻ ബോംബെ പോയിട്ട് 78 മണിക്കൂറിനകത്ത് ഞാൻ ഒറ്റ മനുഷ്യൻ ഒരു മണിക്കൂർ എന്നോട് പറഞ്ഞില്ല. ഞാൻ അവിടെ എഴുന്നിട്ടു ഒരാൾ എന്നോട് ചോദിച്ചു സത്യം. എന്നോട് പറഞ്ഞു നീ എന്തിനാ കരയുന്നേ? ഞാൻ മരിച്ചു പോകുന്ന എന്തിനാ പറഞ്ഞേ? കഴിഞ്ഞ് പറയണ്ടായിരുന്നല്ലോ. നീ ഇതിലേക്ക് വരാൻ നിങ്ങൾ പറയണ്ട, എനിക്ക് മനസ്സിലാവണ്ട. നീ പറ. കൊച്ചേട്ടൻ പറ. നീ പറ. കൊച്ചേട്ടൻ പറ. കൊച്ചേട്ടൻ പറ. നീ തറ. നിനക്കറിയാവോ? എനിക്കറിയില്ല. നിനക്കെന്താ അറിയാത്ത? ഞാനൊന്നും ഇല്ലായിരുന്നല്ലോ. നീ എവിടെ പോയടാ? കൊച്ചായിരുന്നല്ലോ. ഓക്കെ, നീ കൊച്ചായിരുന്നു. എന്നാലും നീ കേക്കണം, ഞാന് എവളും എവിടെ തന്തയും നിങ്ങളുടെ എന്റെയും തന്ത പാലക്കൽ അയ്പ്. അതിപ്പോ കൊച്ചേട്ടൻ പറഞ്ഞോണേ ഞാനറിയാൻ. ഏത്? പാവക്ക കയ്പാന്ന്. പാലക്കൽ കയ്പെന്നാണോ പറഞ്ഞത്? പാലക്കൽ അയ്പ് എവിടെ തന്ത എന്റെയും തന്ത. എന്നാൽ എവളുടെ അമ്മയും എവളുടെ അനിയത്തി എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഈ തെങ്ങെ പിടിച്ച് കെട്ടി. എന്തിനാന്നറിയാവോ? തോട്ടുംകര ലിസിയുമായിട്ട് ഞാൻ പ്രേമത്തിലായേന്. എന്നെ തെങ്ങെ പിടിച്ച് കെട്ടിയിട്ട് തിരട്ടി വന്ന് എന്റെ ചന്തിക്ക് പ്ലാസി 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 എന്ന് പറഞ്ഞ് അടിച്ച് പൊട്ടിച്ച്. സത്യം പറയാം, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് നാട്ടുവിട്ട് പോയത്. സത്യം, എന്റെ ലിസിയെ ഞാൻ ഇവിടുന്ന് പറിച്ചറിഞ്ഞിട്ടാണാ പോയത്. അങ്ങനെ പറയുമ്പോ എല്ലാം പറയണം. പ്രേമിക്കുന്ന കാലത്ത് ഈ ലിസിക്ക് ഒരു ഭർത്താവും അതിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അതറിയാവോ? എനിക്കത് വിഷയമല്ല. പ്രേമത്തിന് കണ്ണും മൂക്കില്ല. ഇല്ല, പക്ഷെ അവളുടെ ഭർത്താവിന് ഒരു തെരണ്ടിവാലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇയാളെ ചന്തിക്കിട്ട് പ്ലാച്ചി 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 എന്നടിച്ചത് അറിയാവോ? നിനക്കറിയാവോ?
ഇപ്പോഴും തെണുത്ത് കിടക്കുക കാണണോ? കാണണം. നിനക്കറിയോ എൽദോസേ, ആ ദുഃഖത്തിലാണ് എന്റെ അപ്പച്ചൻ ചങ്ക് പൊട്ടിച്ചെത്തത്. ആ കല്ല് ഇന്നും എന്റെ നെഞ്ചയിലിരിക്കുക. അവിടെ നെഞ്ചത്ത് കണ്ടിരിക്കുന്നത് നീ എന്തിനാ കരയുന്നേ? മരിച്ചു എന്തിനാ പറഞ്ഞ? ഇത് നടക്കത്തില്ല. ഇതെങ്ങനെങ്കിലും കളിച്ചു കയറ്റാന്ന് പിന്നെ ഇതിലേക്ക് കൊണ്ടുപോടാ. പിന്നെ അങ്ങനെ പറയുന്ന എന്തിനാ? നിനക്കറിയാവോ? എനിക്കറിയത്തില്ല. കൊച്ചാണ് നീ. ഇപ്പൊ വളർന്ന് ഇപ്പൊ നിനക്കറിയാവോ? അറിയാം. കേട്ടോ, ഞാന് സത്യം പറയാമല്ലോ, എവിടെ അനിയത്തിയൊക്കെ കെട്ടിച്ചുവിടാൻ വേണ്ടി പാറമടയെ ഞാൻ പാറയടിച്ച കിട്ടിയ കാശിൽ എവിടെ കെട്ടിച്ചുവിടാൻ ചോദിച്ചു നോക്ക്. അയ്യോ, എന്നിട്ട് ഞാൻ ഇപ്പൊ ഡിവോഴ്സ് ആയില്ലേ? അത് നിന്റെ കയ്യിരിപ്പ്. അപ്പൊ എന്റെ മറ്റേ അനിയത്തിയോ? അവിടെ വായിരിപ്പുണ്ട്. വായിലിരിപ്പോ? അപ്പൊ ഞങ്ങൾക്കായി കുറ്റം. തനിക്ക് എന്തേലും കഴിവുണ്ടോടോ എന്റെ പൊന്നാങ്ങളെ? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. നിനക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. എടാ, നിന്റെ പ്രായത്തില് ഈ വീടിന് വേണ്ടി ഞാൻ എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കണ്ടുപിടുത്തം? നിനക്ക് DVD വയറ 3 കളറുള്ളത് അറിയാവോ? ആ വയറെടുത്ത ടിവിയുടെ മൂട്ടി കുത്തും. അതാണ് ഇയാളുടെ കണ്ടുപിടുത്തം. അത് മാത്രമാണോ? നിനക്കൊക്കെ വേണ്ടി ജീവിച്ച് ഞാൻ സത്യം പറയാം എന്റെ ജീവിതം ഇല്ലാതായി പോയി. അപ്പൊ ഞാനൊക്കെ ആർക്ക് വേണ്ടിട്ടാണോ ജീവിച്ചത്? ഒരു മരണ വീട്ടിൽ വന്നിട്ട് രണ്ടുപേരും കൂടി ബോംബെന്ന് വന്ന പുള്ളിക്ക് വിവരം ഇല്ലെന്ന് ഉറക്കാം. ബോധം ബുദ്ധിയില്ലാത്ത കുഞ്ഞേച്ചി ഇങ്ങനെ തുടങ്ങിയാലോ. ഈ വീട്ടിൽ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്താ ഇവിടെ നടക്കണമെന്ന് നോക്കിയിരിക്കുക. അപ്പോഴാണ് ഒച്ചയിലെ കാര്യങ്ങൾ വിളിച്ചു പറയണത്. ഇങ്ങനെ പറയാതിരിക്കണം. ഒച്ചയിൽ സംസാരിച്ചാണ്ടല്ലോ നാട്ടുകാരറിയും. നിന്റെ ഒച്ച കാരണം ഇപ്പൊ നാട്ടുകാർ കിടക്കാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങളെ വല്ലതും കഴിച്ചായിരുന്നോ? എത്ര പ്രശ്നം. അതാണ് സ്നേഹം. എന്റെ പെങ്ങള് ഞാൻ വല്ലതും കഴിച്ചായിരുന്നു? ഇല്ല മോളെ, ഇവിടെ ഒന്നുമില്ല. പുറത്തുനിന്ന് പോയി കഴിച്ചിട്ട് വാങ്ങുമ്പോ എനിക്കും കൂടെ പാർസല് വാങ്ങിച്ചേക്കണേ. കളിയാക്കിയതല്ല. ഇവിടെ ഒന്നുമില്ല. ഞാൻ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുക. കൊച്ചേട്ടയ്ക്ക് എന്നെ മനസ്സിലായോ? എൽദോസ്. കൊച്ചി മേയറല്ലേ? മേയറോ? നിന്നെ അങ്ങനെ ആറിയോടാ. എന്നെ അണിയത്തില്ലേ? കൊച്ചില് ഞാൻ ഒക്കത്തിരുന്ന് ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ മൂത്രം ഒഴിക്കാൻ വന്നാണോ? അല്ല, ഞാൻ ഇവിടെ സഹായിക്കാൻ വേണ്ടി വന്ന. സഹായിക്കാൻ വേണ്ടി വന്നു. കൊച്ചേട്ടയുടെ കല്യാണം ഒന്നും കഴിഞ്ഞില്ല. സ്റ്റിൽ ക്രോണിക് ബാച്ചിലർ. ഞാൻ കല്യാണം കഴിഞ്ഞില്ലെന്നേ പറഞ്ഞോളൂ. ഇത്തരം തെമ്മാടി തരത്തിന് എന്നെ കിട്ടത്തില്ല. മനസ്സിലായോ? കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ഒരു പെണ്ണ് നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ ജോലി? എഞ്ചിനീയർ ആവാൻ പോവാ. തേക്കാണ്ടൊക്കെ നോക്കണം കേട്ടോ. തേക്കത്തൊന്നുമില്ല. അത് ഹൃദയം കൊണ്ടാ. അപ്പൊ ചേച്ചി ഒരു പൂക്കിയാണ്. മരണ വീടായിപ്പോ എന്റെ പെങ്ങളെ എനിക്ക് എന്റെ ആവശ്യമില്ല. കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് പൂക്കിയെന്ന് പറഞ്ഞ ഇപ്പൊ എന്നാ? വായില് വലിയ വർത്താനം പറഞ്ഞു. എന്താ നീ എന്തുവാ പറഞ്ഞേ? കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് പൂക്കിയെന്ന് പറഞ്ഞു. പൂക്കിന്ന് പറഞ്ഞ നല്ലതല്ലേ? നീ മാറിയോടി? 2 വർഷം ഞാൻ ഇവിടുന്ന് മാറിയെന്നുള്ളൂ. അപ്പോഴത്തെ സംസ്കാരം മൊത്തം പോയോ? ബോംബെ കിഴങ്ങ് പൂക്കി എന്ന് പറഞ്ഞാൽ കാണാൻ രസമുള്ള പെണ്ണ് മനോഹരി. ഓമനത്തുള്ള കൊച്ച്. അങ്ങനായിരുന്നു ഇങ്ങനെ പറയണ്ടേ? ഇവിടെ വാ. ഇതൊരു മരണ വീടാ. വല്യമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോടെ കൂടെ ഞാനും ഇല്ല. എന്റെ കൂടെ നില്ല. വാ. എന്റെ കൂടെ പ്രാർത്ഥിച്ചേക്കണം. യേശുവിനടിസ്ഥാനം ആശ്രയം വാനിലത്രേ ആശ്വാസത്തിൻ ചായ്പിലുണ്ട്. ചാക്കിട്ട് മൂടിയേക്കോ. കാര്യമൊക്കെ ഞാൻ എനിക്ക് സോഡ പറ്റിയല്ല. വേഗം വന്ന് കഴിക്കാം. ശരി. കഞ്ഞിയില് ഞാൻ വിഷം ചേർക്കുക. 4ന്റെ മുട്ട് ഞാൻ തല്ലി ഞാൻ കുടിക്കുന്നു. കഴിക്കണ്ട, നമുക്ക് പച്ചക്കരിയാം. യേശുവിനടിസ്ഥാനം ആശ്രയവാനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത
യേശുവിൽ കണ്ടേ ഞാനും. ആ കുക്കർ ഓഫ് ചെയ്തില്ലല്ലേ? ഒന്നാം ഞാനൊന്നും പറയണില്ല കുഞ്ഞാച്ചി, ഞാനൊന്നും പറയണില്ല. ഈ പുള്ളീനെ മരണം കാണിക്കണ്ടായിരുന്നു. ഇത്രയും ബന്ധുക്കാർ വന്നു, കുഞ്ഞാച്ചി അടക്കം വന്നു. വെല്ലുമ്മച്ചിയോട് സ്നേഹമുള്ളത് ഞാൻ നോക്കിയിട്ട് കൊച്ചട്ടായും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ കൊണ്ട കാണിച്ചുതരാം കല്ലറ. ബാ കല്ലറ കാണാൻ വരട്ടെ. ആ നിങ്ങളെ വല്യമ്മച്ചിയുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു, ഊരി എടുത്തായിരുന്നു. പുഷ്യരാഗം ഊരാൻ പറ്റിയില്ല. പിന്നെ കല്ലറ കണ്ടിട്ട് എന്ത് കാര്യം? വല്യമ്മച്ചിനെ കാണണ്ടേ? എന്തിന് ഊരി ഇല്ലെങ്കിൽ അത് പൊളിക്കാം. വിളിക്കാന്നോ? അല്ല കൊച്ചേട്ടാ, അപ്പൊ എന്തിനാ ബോംബെന്ന് ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇവിടുന്ന് പോയപ്പം ഒരു പുഷ് കൊണ്ടാണല്ലോ പോയത്. തിരിച്ചു വരുമ്പം പുഷ്യരാഗത്തിന് വേണ്ടിയാ വന്നത്. കൊച്ചേട്ടാ, ഓരോ യാത്രയ്ക്ക് ഓരോരോ കാരണങ്ങളുണ്ടല്ലോ. ഏ ആ